ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതും ഒരു പഴയ ഒരു വീഡിയോ ആണ്. ഇത് നമ്മൾ ആദ്യം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയായിരുന്നു. അവിടെ പോയിട്ട് വന്നതിന് ശേഷം വേറൊരു ദിവസം എടുത്ത് അടുത്തൊരു ദിവസം പോയ വീഡിയോ ആണിത്. സൂവിലേക്കാണ് പോണത്. അപ്പം നമ്മൾ രാവിലെയല്ല, ഇത് ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ ഇവിടെയും പോണത്. രാവിലെ പോയി കഴിഞ്ഞാൽ ഭയങ്കര വെയിലായിരിക്കും. അപ്പം പിന്നെ ഉച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ വെയിലൊന്നും കാണത്തില്ല. നമുക്ക് നടന്ന് അവിടെ എല്ലാം കാണുമ്പം തളരത്തുമില്ല. അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് ശേഷം പോണത്. അപ്പോൾ വെയിലൊക്കെ ഒന്ന് മാറിക്കിട്ടും. പിന്നെ അത് മാത്രമല്ല, ഇന്ന് ഇവിടെ മാത്രമല്ല, ശംഖുമുഖത്തും കൂടെ പോകണം. ഈ രാവിലെ പോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശംഖുമുഖത്ത് ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര വെയിലല്ലേ. കടലിൽ വെയിൽ സമയത്ത് പോയിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് നമ്മൾ വൈകിട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങളെല്ലാം ഇന്ന് ശംഖുമുഖത്ത് പോയില്ലെങ്കിൽ പിന്നെ ഇതിനായിട്ട് പിന്നെ വേറൊരു ദിവസം കൂടെ ചേട്ടനെ ലീവ് എടുപ്പിക്കണം. ചേട്ടന് ഒരു ദിവസം ഓഫ് കിട്ടുന്ന സമയം നോക്കിയിരുന്നാണ് ഈ ഓരോ സ്ഥലത്ത് നമ്മൾ പോണത്. അങ്ങനെ ഞങ്ങൾ ഇന്ന് നേരെ സൂവിലോട്ട് പോവുകയാണ്. ഇറങ്ങിയപ്പോൾ തന്നെ നല്ല വെയിലായതുകൊണ്ടാണ് ഉച്ചയ്ക്ക് ശേഷം പോകാമെന്ന് വിചാരിച്ചത്. അപ്പം നമ്മൾ ഇറങ്ങിയ സമയത്ത് മഴക്കോളും എവിടേക്കോ ഇടി പൊട്ടുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നു. മഴ പെയ്യല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മളിപ്പം വണ്ടിയിലോട്ട് കയറുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞ് 3:30 ആവാറായപ്പോഴാണ് ഇറങ്ങിയത്. പിന്നെ റോഡിലെല്ലാം നല്ല തിരക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയപ്പം തന്നെ കുറച്ച് വൈകി. പിന്നെ അതുകൂടാതെ വണ്ടി പാർക്കിംഗ് സ്ഥലം കിട്ടാതെ കുറേ കിടന്ന് കറങ്ങുകയും ചെയ്ത്. ഇവിടെ വന്നപ്പോൾ നിറയെ അങ്ങ് തിരക്കായിരുന്നു. ഇഷ്ടംപോലെ വണ്ടികളും ടൂറിസ്റ്റ് വണ്ടികളൊക്കെ വന്ന് കിടക്കുന്നതുകൊണ്ട് നമുക്ക് പാർക്കിങ്ങിന് സ്ഥലമൊന്നും കിട്ടിയില്ല. പിന്നെ എവിടേക്കോ കറങ്ങിയാണ് നമുക്കൊരു സ്ഥലം കിട്ടിയത്. അതിനുശേഷം നമ്മൾ പിന്നെ അകത്ത് കയറി. ഇനി പെട്ടെന്ന് 4:30 മണിയായി. ടിക്കറ്റ് കൗണ്ടറിൽ ചെന്നപ്പോഴും അവിടെ അവർ കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. കുറച്ച് പേരേ ഉള്ളായിരുന്നു. അപ്പം നമുക്കും കിട്ടി. അങ്ങനെ അകത്ത് കയറി. ഇനി നമ്മുടെ ഓരോരോ കൂട്ടുകാരെയൊക്കെ നമ്മൾ കണ്ടിങ്ങനെ നടക്കുവാണ്. ഇതിനകത്ത് കയറിയ സമയം മുതലേ ആമിക്കുട്ടിയാണെങ്കിൽ നടക്കുകയാണ് ചെയ്തത്. പിന്നെ ഒന്ന് എടുക്കാൻ നോക്കിയിട്ട് അവൾ സമ്മതിച്ചതേയില്ല. ഇത്രയും ദൂരം നടക്കുന്നത് കണ്ടപ്പം വിഷമം തോന്നി. കാല് കഴിക്കൂലേ, ഒരുപാട് അതിനകത്ത് നടക്കാനും ഉണ്ട്. പക്ഷേ എങ്കിലും അവൾ എടുക്കാനേ സമ്മതിച്ചില്ല. അങ്ങനെ ഞങ്ങൾ പകുതി നടന്നപ്പോഴത്തേക്ക് അവിടെ ഒരു ഈ ചായയൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥലം കണ്ടു. അപ്പോൾ അവിടെ മിഷ്യൻ ചായ ആയതുകൊണ്ട് നമ്മൾ ചായ വാങ്ങിയില്ല. പിന്നെ കടിയായിട്ട് കുറേ ഐറ്റങ്ങൾ അവിടെ ഒരു ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അതിൽ നമ്മൾ ഷവർമ്മയൊക്കെ കണ്ടിട്ട് പറഞ്ഞെങ്കിലും അവിടെ അതൊന്നും ഇല്ലായിരുന്നു. അവിടെ സമൂസയും പിന്നെ വടയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉള്ളത് ഞങ്ങൾ വാങ്ങി അവിടെ ഇരുന്ന് കഴിച്ചു. അതിനുശേഷം വീണ്ടും ഓരോ സ്ഥലങ്ങൾ കാണാൻ തുടങ്ങി. അപ്പോഴാണ് ഇവിടെ ഒരു കൂട്ടം ചെടി നിൽക്കുന്ന കണ്ടത്. അതിൻ്റെ പേര് ടോർച്ച് ജിഞ്ചർ എന്നാണ്. കണ്ട ആ പൂ ടോർച്ച് പോലെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ മൊട്ടും വലുതാണ്, പൂവും വലുതാണ്. ഇതിൻ്റെ പൂവ് 1 മാസത്തോളം ഇങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും. കാണാൻ നല്ല രസമാണ്. ഇത് പെട്ടെന്ന് വളർന്ന് കിട്ടും കേട്ടോ. ഇതിൻ്റെ കിഴങ്ങ് നടുന്നത് പെട്ടെന്ന് വളർന്ന് കിട്ടുകയും ചെയ്യും. ആ മോഡൽ ചെടിയാണിത്. പിന്നെ അഗ്ലോണിമയുടെ സെഷനിൽ ഇഷ്ടം പോലെ അഗ്ലോണിമയൊക്കെ ഇരിക്കുന്ന കണ്ടപ്പം കൊതി വന്നു. നമ്മുടെ വീട്ടിലൊന്നും ഇല്ലാത്ത ചെടികളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ അവിടെ പാർക്കുണ്ടായിരുന്നു. അവിടെ കുട്ടികൾ പാർക്കിൽ കളിക്കാൻ കയറിയ സമയത്ത് അതിന് ഓപ്പോസിറ്റായിട്ട് ഗാർഡൻ ഉണ്ട്. അവിടെ ഞങ്ങൾ നിന്നു കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അവിടെ വള്ളി റോസയിൽ നിറയെ പൂക്കൾ പിടിച്ച് കിടക്കുന്ന വള്ളി റോസയാണ് കേട്ടോ. 2 വലിയ ചട്ടിയിലാണ് ഇരിക്കുന്നത്. നല്ല തഴച്ച് വളർന്നിരിക്കുന്ന റോസയാണ്. ഒന്നിൽ നിറയെ മൊട്ടും ഒന്നിൽ നിറച്ച് പൂവും ഉള്ളതായിരുന്നു. പിന്നെ നല്ല മണമുള്ള ഒരു മുല്ലയാണത്. ഞാൻ ഇതിനു മുമ്പിട്ട് ഗാർഡൻ വീഡിയോയിൽ ഇട്ടതിനകത്ത് ഈ ഗാർഡൻ ടൂറിൽ ഞാൻ ഈ മുല്ല കണ്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ അതിൻ്റെ പേരങ്ങ് മറന്നുപോയി. പക്ഷെ ഇതിന് ഭയങ്കര മണവുമാണ്. ഇതിൻ്റെ ഒരു ചെറിയ തൈക്ക് തന്നെ നല്ല വിലയുള്ളതാണ്. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മളൊക്കെ ഈ റോസയൊക്കെ വീട്ടിൽ നട്ട് കഴിഞ്ഞാൽ അതിന് എത്രമാത്രം വളം ഇട്ട് കൊടുത്താലും ഒരു കമ്പും 4 ഇലയും അല്ലാതെ നല്ലതുപോലെ വരുത്തേയില്ല. പക്ഷെ ഇവിടേക്കാണെങ്കിൽ നല്ല രീതിയിലാണ് നിൽക്കുന്നതും നിറയെ പൂക്കളും ഉണ്ട്.
10 മണി പൂവാണെങ്കിൽ 10 മണിക്ക് പൂത്തിട്ട് അത് വാടി തുടങ്ങി. അതും പല കളറിലുള്ള ഇഷ്ടം പോലെ നിൽപ്പുണ്ട്. പിന്നെ കോളാമ്പി ചെടികളും ജറബറയും സീനിയ, ലെൻഡാന ഇങ്ങനെ പല കളറിലുള്ള ചെടികളെല്ലാം നിൽപ്പുണ്ട്. ജറബറയിലാണെങ്കിൽ എല്ലാത്തിലും പൂവില്ല, ഉള്ളതിൽ പല കളറിലുള്ള നല്ല പൂക്കളും നിൽപ്പുണ്ട്. പിന്നെ ബോൾസിൻ ചെടി ഇഷ്ടം പോലെയാണ് നിൽക്കുന്നത്. പിന്നെ യൂഫോർബിയയുടെ ഈ ചെടി ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെടിയാണ്. ഇതും പൂ ഒരുപാട് നാൾ നിൽക്കുന്ന പൂവാണ്. കാണാനും നല്ല ഭംഗിയാണ്, നിറയെ പൂ പിടിക്കുകയും ചെയ്യും. അപ്പോൾ അതെല്ലാം കണ്ട് കണ്ട് ഞങ്ങളിങ്ങനെ ഇവിടെ എല്ലാം നിൽക്കുകയാണ്. കണ്ടോ, ഇത് ശരിക്കും ചെടികളിങ്ങനെ അടുക്കിയ ചെടികളെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഇവിടെ ഒരാൾ കുറേ ദൂരം നടന്നല്ലോ. ഇതിനകത്താണെങ്കിൽ കുറച്ച് ദൂരമൊന്നുമല്ല, ഒരുപാട് നടക്കാനുണ്ട്. അത്രയും ദൂരം നടന്നിട്ട് ക്ഷീണിച്ച് വന്ന് പഴം തിന്നുവാണ്. നേരത്തെ നമ്മൾ സമൂസയും വടയൊക്കെ കൊടുത്തെങ്കിലും അതൊന്നും അങ്ങനെ തിന്നില്ല. ഇപ്പം ഒരു പഴത്തിൻ്റെ പകുതി അകത്ത് ചെന്നപ്പോഴാണ് ആളിന് ആ മുഖത്തൊരു സന്തോഷമായത്. കണ്ടോ, അത്രയ്ക്ക് ക്ഷീണിച്ചായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നമ്മളിപ്പം ശംഖുമുഖത്തെത്തി. 6 മണി 6:30 ആകുമ്പോഴത്തേക്ക് എത്തണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും താമസിക്കുകയും ചെയ്ത്. ഇടയ്ക്ക് വഴിയിലും നല്ല തിരക്കുമായിരുന്നു. ബ്ലോക്കിൽ കുറേ നേരം കിടക്കേണ്ടി വന്നു. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയപ്പം 7 മണി കഴിഞ്ഞു, 7:30 ആവാറായി. അപ്പം ഇവിടെ വന്നപ്പോഴേക്കും നല്ലൊരു മഴ പെയ്ത് തോർന്നിട്ടുണ്ട് ഇവിടെ. ഈ സമയത്ത് നമ്മൾ വണ്ടിയിലായിരുന്നു. എന്തായാലും മഴ തോർന്നതിന് ശേഷമാണ് നമ്മളിവിടെ എത്തിയത്. ഇവിടെ എത്തിയപ്പം റോഡിലെല്ലാം ഭയങ്കര വെള്ളമായിട്ട് കിടക്കുകയാണ്. പിന്നെ രാത്രി ആയതുകൊണ്ട് കടലിലൊന്നും കാണാനൊന്നും പോയില്ല. പിന്നെ ലച്ചുവിനും തമ്പുരുവിനും കടലിൽ കാണാൻ പോകണമെന്നും പറഞ്ഞുകൊണ്ട് ബഹളം വെച്ചപ്പോൾ ചേട്ടൻ അവരെയും കൊണ്ട് തിരയുടെ അടുത്ത് പോയി. അവിടെയും കുറേ ആൾക്കാരൊക്കെ നിൽപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അങ്ങോട്ട് പോയത്. അതൊക്കെ കണ്ടതിന് ശേഷം അവരെ രണ്ടുപേരെയും കൊണ്ട് ആ ഇരുട്ടത്തൂടെ നടന്നു വരികയാണ്. പിന്നെ ഞങ്ങൾ പതിവ് പോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാനായിട്ടാണ് വരുന്നത്. ഇന്ന് ഒരുപാട് കടകളുള്ളത് കൊണ്ട് ഹിന്ദിക്കാരുള്ള കട ഏതാണെന്ന് നോക്കി അങ്ങോട്ട് പോയ സമയത്ത് തന്നെ നമ്മൾ നോക്കി. കടലിൻ്റെ അടുത്തോട്ട് പോയപ്പം കടകൾ നോക്കിയാണ് പോയത്. തിരിച്ച് വന്നപ്പം നല്ലൊരു കട കണ്ടു. അവിടെ കയറി അവിടെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് ചോദിച്ചിട്ട് അതെല്ലാം ഓർഡർ ചെയ്തു. അവിടെ ഒരു മേശയുണ്ടായിരുന്നു, അതുകൊണ്ട് ആ മേശ ഒഴിഞ്ഞു കിടക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടെ ഇരിക്കാനുള്ള സീറ്റും കിട്ടി. അവിടെ ഇരുന്ന് ഓരോരുത്തർക്കും വേണ്ടുന്നത് എന്താണോ അതെല്ലാം ഓർഡർ ചെയ്തു. ഇപ്രാവശ്യം പുതിയതായിട്ട് ഓർഡർ ചെയ്തത് പാവ് ഭാജിയാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ചൂടായിരുന്നു, നല്ല ബട്ടറിൽ മൂപ്പിച്ചെടുത്ത നല്ല ബന്നും ആ കറിയും കൂട്ടി കഴിക്കാൻ അടിപൊളിയായിരുന്നു. എല്ലാവരും വയറ് നിറയെ കഴിച്ചു. അവസാനം നടക്കാൻ വയ്യാതായി. നമ്മളിപ്പം നേരെ വണ്ടിയുടെ അടുത്തേക്ക് പോവുമായിരുന്നു. അപ്പം പിള്ളേർക്ക് അതിൻ്റെ ഒരു ഹെലികോപ്റ്ററിൻ്റെ മോഡൽ വെച്ചിട്ടുണ്ട്, അവിടെ പോകണം, ഫോട്ടോ എടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ അവരെ അവിടെ കൊണ്ടുപോയി. അവർ അതിൻ്റെ ചുറ്റും നടന്ന് കാണുവാണ്. അനിലയും ദേവും താഴെ ഇരുന്നതേ ഉള്ളൂ, അവർക്കൊട്ടുമേ നടക്കാൻ വയ്യ. എൻ്റെ കയ്യിൽ ഞാൻ ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഞാനും അവരുടെ കൂടെ പോയി. എൻ്റെ കയ്യിൽ അമ്മയ്ക്കുള്ള സ്പെഷ്യൽ ഇരിക്കുകയാണ്, ചൂടോടിരിക്കുകയാണ്. ഇത് ചൂടാറുന്നതിന് മുമ്പ് അമ്മയുടെ കയ്യിൽ എത്തിക്കാനുള്ള ധൃതിയിലാണ് ഞാൻ. അപ്പോഴാണ് ഇവർക്ക് ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറഞ്ഞു നിന്നത്. അപ്പോൾ നമ്മളിനി വണ്ടിയുടെ അടുത്തേക്ക് പോവുകയാണ്. ഇനി നേരെ വീട്ടിലേക്ക് പോവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ബൈ ബൈ.